ബിബിൻ എന്നാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര്. 2000-ന്റെ ആരംഭത്തിൽ നടന്ന കുറേ സംഭവങ്ങളാണ്, ഈ ബിബിൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബിബിൻ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്. കുഴപ്പമില്ലാതെ അവൻ പോകുന്നു. അവന് ഒരു ട്രാവൽ ഏജൻസിയിൽ ഒരു പണിയുണ്ട്. ഒരു പ്രണയമുണ്ട് അവന്. ട്രാവൽ ഏജൻസിയിലെ പണി അവനിടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു. കാരണം ട്രാവൽ ഏജന്റ് അവൻ്റെ മുതലാളി അവനെ പറ്റിച്ചു പോയി കളഞ്ഞു. അപ്പം അവൻ ഇവിടെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളായി. ഈ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടി അവനൊരു ചിട്ടി കമ്പനിയിൽ ചേർന്നു. കുറച്ചുകൂടെ കൂടുതൽ സാലറി കിട്ടും, ആൾക്കാരെയൊക്കെ ചിട്ടിയിൽ ചേർത്താൽ കുറച്ചുകൂടെ കമ്മീഷനൊക്കെ കിട്ടും. അപ്പോൾ ഈ ട്രാവൽ ഏജൻസിയിലൂടെ ഉണ്ടായ കടം അവന് നികത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ചിട്ടി കമ്പനിക്കാരനും അവനെ പറ്റിച്ചു. അപ്പോൾ അവൻ്റെ സാമ്പത്തിക ബാധ്യത കൂടുതലായി. ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. നാട്ടിൽ നിന്നാൽ അവന് കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കണില്ല. ഇതിൻ്റെ ഇടയിൽ വന്ന ഒരു സങ്കടം, ഈ സാമ്പത്തിക ബാധ്യത കൂടിയതോടുകൂടി അവൻ്റെ പ്രണയവും അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നഷ്ടങ്ങൾ. അതിൻ്റെ ഇടയിലാണ് അവനോട് ആരോ പറഞ്ഞു അവന് പണ്ടത്തെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ സിംഗപ്പൂർക്ക് നല്ല ജോലി സാധ്യതയാണ്, സിംഗപ്പൂർക്ക് വിസ എടുത്തു തരാം, പോകാമെന്ന് പറഞ്ഞു. അവൻ അതിൻ്റെ ഇടയിൽ അവൻ്റെ പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു. ചെറുതായിട്ട് സാമ്പത്തിക ബാധ്യത കൂടി. പക്ഷേ ഈ പെങ്ങന്മാരെ കല്യാണം കഴിച്ച ആളിയന്മാർ അവരുടെ സ്നേഹം കൊണ്ട് ഈ പെങ്ങന്മാരുടെ സ്വർണ്ണമൊക്കെ ഇവന് പണയം വെക്കാൻ പറ്റി. ഇവൻ്റെ വീടിൻ്റെ ആധാരം ഇവന് ബാങ്കിൽ കൊണ്ടുപോയി കുറച്ച് കാശെടുക്കാൻ പറ്റി. അങ്ങനെ കിട്ടിയ കാശൊക്കെ സ്വരുക്കൂട്ടി അവൻ ഈ സിംഗപ്പൂർക്ക് പോണതിന് മുമ്പ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അവസാനത്തെ പിടിവള്ളിയാണ്, ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ജീവിതം തീരൂന്ന് പറഞ്ഞു.